തൃപ്തികരമാണോ എന്നതിലേക്ക് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ്, ഞാൻ എന്നും പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടും അതിസമർത്ഥമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു, ഹർഷ, നമ്മൾ ഈ ചർച്ച മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട ചർച്ച വല്ലാതെ മുറുകുകയാണ്. പക്ഷേ ഇതുവരെ സംസാരിക്കാത്ത ഒരാൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നാളെ സംസാരിക്കുമ്പോൾ അതിസമർത്ഥമായിട്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പറ്റാത്ത വിധവും പഴുതടച്ച് മറുപടി നൽകും, നല്ല ഗംഭീരമായിട്ട് മറുപടി നൽകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ നിയമസഭയിലാണ്, അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടിരുന്ന് കാണുമ്പോൾ ഭയങ്കരമായ കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള ഒരു ഗംഭീര മുഖ്യമന്ത്രിയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വിധം പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അവസാന ഭാഗത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുന്ന ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി ഗംഭീരമായിട്ട് വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഇന്നിപ്പോൾ നിയമസഭയിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിലെ ഈ വർത്തമാനങ്ങൾ മുഴുവൻ കേട്ട സ്ഥിതിക്ക് PMC ആണെങ്കിലും മദ്യത്തിൻ്റെ നികുതിയാണെങ്കിലും ഈ രണ്ട് വിഷയങ്ങൾ എടുത്താലും എനിക്ക് തോന്നിയൊരു കാര്യം, ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഈ സർക്കാരിൻ്റേതിനേക്കാൾ, ഈ സർക്കാർ വന്നിട്ട് ഇത്ര ദിവസമേ ഉള്ളൂ, കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാട് അതിഗാംഭീര്യമുള്ളതായിരുന്നു എന്ന ഒരു, കഴിഞ്ഞ സർക്കാരിന് അനുകൂലവും അവരെ അനുമോദിക്കാവുന്നതുമായിട്ടുള്ള ഒരു നിലപാടാണ് എനിക്ക് ആകപ്പാടെ ഇത് തിരിഞ്ഞു കിട്ടിയത്. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. ഇന്നത്തെ സഭാ ചർച്ചകൾ മുഴുവൻ കണ്ടപ്പോൾ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ഈ രണ്ട് വിഷയത്തിലെടുത്ത നിലപാട് വളരെ ഗാംഭീര്യമാർന്നതായിരുന്നു എന്ന് തോന്നാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം വന്നത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്നാണ്. എന്താണ് അതിലെ കാര്യം എന്ന് വെച്ചാൽ, PMCയിൽ ഈ പറയുന്നത് പോലെ നമുക്കറിയാം അവരൊരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. അതിനെതിരായിട്ട് വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് തന്നെയും വന്നു, CPIയുടെ ഭാഗത്ത് വന്നു, പിന്നെ പൊതുസമൂഹത്തിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ് തൊട്ട് ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, സമൂഹത്തിലാകെ തന്നെയും PMC ഒപ്പിടുന്നത് വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ് എന്ന നിലപാടിലേക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരത് റദ്ദാക്കി, ക്യാൻസൽ ചെയ്തു, മരവിപ്പിച്ചു. ഏത് വാക്കുകളിൽ പറഞ്ഞാലും ഇപ്പോൾ PMCയിൽ കേരളം ഒപ്പിട്ടിട്ടില്ല, കേരളം PMCയിൽ അംഗമല്ല, PMCയുമായി ബന്ധപ്പെട്ട് ഒന്നും നടപ്പാക്കുകയുമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വരെയും ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ശരിയാണ്, ധാരണാപത്രം പിണറായി വിജയൻ്റെ സമ്മതത്തോടെ അദ്ദേഹം ശിവൻകുട്ടി പോയിട്ട് ഒപ്പിട്ടു എന്നൊരു കാര്യം സംഭവിച്ചുവെങ്കിലും പൊതുസമൂഹത്തിൻ്റെയും സ്വന്തം മുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ ഭാഗത്തു നിന്നും നല്ല ശക്തമായ വിമർശനം ഉയർന്നപ്പോൾ അതിനോട് മസിൽ പിടിക്കുകയൊന്നും ചെയ്യാതെ, അതിനോട് മല്ല് പിടിക്കുകയൊന്നും ചെയ്യാതെ ഇവർ പറയുന്നതായിരിക്കും ശരി എന്നതിന് വഴങ്ങിയിട്ട് പിണറായി വിജയനും ശിവൻകുട്ടിയും ചെന്നിട്ട് ഈ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങി. നമ്മളിപ്പോൾ PMCയുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യവും നടപ്പാക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ഇവർ നടപ്പാക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ വിമർശങ്ങൾക്കൊടുവിൽ ഇത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന പോസിറ്റീവായുള്ള സ്റ്റാൻഡ് എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നേരത്തെ തന്നെ മനസ്സിലായ കാര്യം ഇന്ന് വി ഡി സതീശൻ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ഒന്നുകൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നു. പക്ഷേ ഇവർ അങ്ങനെ അത് മരവിപ്പിക്കാനോ ഒഴിവാക്കാനോ തയ്യാറുണ്ടോ എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതിന് ഇതുവരെ തെളിവില്ല. അവർ പിന്നോട്ട് പോവുകയല്ല ചെയ്തിരിക്കുന്നത് എന്ന തെളിവാണ് നമുക്ക് കിട്ടുന്നത്.